പവർ റിച്ച് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ID ക്രിയേഷൻ മുതൽ KYC വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പം വിശാലമായി തുടക്കക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പരിചയപ്പെടുത്തുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹലോ എവരിവൺ, നമ്മൾ പുതിയ ID ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫണ്ട് ആഡ് ചെയ്യുന്നത്, അതുപോലെയുള്ള സൈറ്റിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ID KYC വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള A to Z കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം കമ്പനിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം. പവർ റിച്ച് എന്ന് പറയുന്ന സൈറ്റിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാണ്. ഐക്കണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സൈൻ ഇൻ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സൈറ്റിനകത്തേക്ക് കയറാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് സൈനപ്പ് ചെയ്ത് പോവുകയാണ്. തുടക്കം ഇവിടെ നിന്ന് ആയിക്കോട്ടെ. ഇവിടുന്ന് ആദ്യം ഈ സൈനപ്പ് എന്നുള്ള കോളത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. സൈനപ്പ് എന്നുള്ള കോളത്തിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട്, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് ഓപ്പണായി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ആളെ നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് റെഫറൽ ID ആണ്. ഞാൻ എൻ്റെ റെഫറൽ ID ആണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ റെഫറൽ ID ടൈപ്പ് ചെയ്യാം. അപ്പോൾ റെഫറൽ ID, അതായത് എൻ്റെ ID ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും എൻ്റെ ID ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എൻ്റെ പേര് വരണം. അപ്പോൾ പേര് കാണുന്നില്ല. കോപ്പി പേസ്റ്റ് അടിച്ചുകൊണ്ടാണ് പേര് കാണാത്തത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ അവസാനത്തിൽ 4 എന്ന് എഴുതിയിട്ടുണ്ട്. ആ 4 എന്നുള്ള അക്കത്തിനെ ഒന്നങ്ങ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും അവിടെ ഒരു 4 ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എന്തായിട്ടുണ്ട്, എൻ്റെ പേര് വന്നിട്ടുണ്ട്. ഇനി താഴെ നമ്മൾ എന്ത് ചെയ്യാൻ ജോയിൻ ചെയ്യാനുള്ള വ്യക്തിയുടെ പേര്, അത് ഞാനൊന്ന് കോപ്പി ചെയ്ത് വരാം. ആ വ്യക്തിയുടെ പേര് ഒന്ന് കോപ്പി ചെയ്യണം. അപ്പോൾ റെഫറൽ ID ആയിട്ട് എൻ്റെ ID ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യുന്ന ആളുടെ പേര് നവീൻ ലാൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. പുള്ളിയുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ പാസ്വേഡ്, നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡും നമ്മുടെ ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസാക്ഷൻ പാസ്വേഡും, 2 പാസ്വേഡും കൊടുത്തിട്ടുണ്ട്. ഈ പാസ്വേഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മയിലുണ്ടാവണം. ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യണം. അതായത് നമ്മുടെ ഫണ്ട് അക്കൗണ്ടിൽ നിന്ന് വാലറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡ് നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പുതിയ ഒരാളെ എൻട്രി ചെയ്യിക്കുന്ന സമയത്ത് തുടക്കത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. മുകളിൽ റെഫറൽ ID തെറ്റാതെ കൊടുക്കുക. അത് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ അതിൻ്റെ തൊട്ട് താഴെ റെഫറൽ ID ആരുടേതാണോ അയാളുടെ പേര് വരും. തൊട്ട് താഴെ നെയിം കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇന്ത്യ സെലക്റ്റായിട്ട് വരും. അതുപോലെ തന്നെ പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ്, അത് കഴിഞ്ഞിട്ട് താഴെ എഗ്രി കൊടുക്കാം. എഗ്രി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു. എന്തായിട്ടുണ്ട്, ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ആയി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടുന്ന് ഈ ക്രിയേറ്റ് ആയി വന്ന ഈ പേജ് സ്ക്രീൻഷോട്ട് ചെയ്യുകയോ അതിനെങ്കിൽ കോപ്പി എടുക്കുകയോ ചെയ്യണം. രണ്ടാമതൊന്ന് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ബാക്ക് ടു ഹോം, ബാക്കിലേക്ക് പോയിട്ട് അടുത്ത കാര്യങ്ങൾ ചെയ്യാം.
ഇപ്പോൾ നമ്മൾ നേരത്തെ വന്ന ഹോം പേജിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതായത് ഞാൻ എൻ്റെ സൈറ്റാണ് ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഫണ്ട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. 1 by 1 ആയിട്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്യണം. സൈനിങ് കൊടുത്തു. എൻ്റെ ഐഡിയും പാസ്വേഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവിടെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സേവ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഓക്കെ, സേവ്ഡാണ്. എൻ്റെ സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പുതിയ ആളെയാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പുള്ളിയുടെ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് കടമ്പ. അപ്പോൾ ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കമ്പനിയുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് അയച്ചു കൊടുത്തിട്ട് ഒന്ന് കാണിക്കാം. അതായത് മൊബൈലിൻ്റെ ഇടത് ഭാഗത്തുള്ള 9 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തു. ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട്, റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി, RGP വാലറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു. ആഡ് ഫണ്ട് റിക്വസ്റ്റ് എടുത്തു. എൻ്റർ എമൗണ്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിൽ തന്നെ ഇവിടെ താഴെ കമ്പനിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ താഴെ തന്നെ 9360172000 ഈ നമ്പറിലോട്ടാണ് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാണ് ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ. ഞാൻ നമ്പർ സെലക്ട് ചെയ്ത് കാണിക്കാം. ഈ സെലക്റ്റഡ് ആയിട്ടുള്ള നമ്പറാണ് ഗൂഗിൾ പേ ചെയ്യാനുള്ള നമ്പർ. ഈ നമ്പറിലോട്ടാണ് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടത്. ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇവിടെ ഈ പേജിൽ ആദ്യം ഗൂഗിൾ പേ ചെയ്യണം. ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ പേജിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വരിക. എന്നിട്ട് മുകളിൽ 149 149 ഈ നമ്പർ എന്ത് ചെയ്യണം? 149 എന്നുള്ള എമൗണ്ടിൻ്റെ നമ്മളവിടെ അടിച്ചു കൊടുക്കുക. എമൗണ്ട് 149 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ ട്രാൻസാക്ഷൻ നമ്പർ എൻ്റർ ചെയ്യണം. എന്ന് വെച്ചാൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു UTR നമ്പർ കിട്ടും, ട്രാൻസാക്ഷൻ ID. ആ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഗൂഗിൾ പേയിൽ നിന്ന് നമുക്കത് കിട്ടും കേട്ടോ, മറക്കരുതേ. ആ ഗൂഗിൾ പേയുടെ നമ്പർ നമ്മളിവിടെ എൻ്റർ ചെയ്യണം. ചൂസ് ഫയൽ എന്നുള്ളിടത്ത് നമ്മുടെ ഗാലറിക്കകത്ത് ആ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് ചൂസ് ഫയൽ എന്നുള്ളിടത്ത് ആ സ്ക്രീൻഷോട്ടിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്നിട്ടാണ് സബ്മിറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. 149 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. മുകളിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിലവിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ പേ അയച്ച് കാണിക്കണമെങ്കിൽ ആ ഭാഗം അയച്ച് കാണിക്കാമായിരുന്നു. പക്ഷേ ഗൂഗിൾ പേയുടെ ഭാഗത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സ്ക്രീനിൽ റെക്കോർഡ് ആവില്ല. ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, ബാൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഭാഗം സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ആ ഭാഗം കാണിക്കാത്തത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം. ട്രാൻസാക്ഷൻ ID ടൈപ്പ് ചെയ്യണം. ചൂസ് ഫയൽ എടുക്കണം. ഞാൻ സ്ലോവിൽ പറയുന്നത് പുതിയ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സ്ലോവിൽ ചെയ്യുന്നത്. ഇത് 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ട്രാൻസാക്ഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചൂസ് ഫയലാണ്. ഗാലറിയിൽ നിന്ന് ചൂസ് ഫയൽ എടുക്കുകയാണ്. ആ ഫയലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇനി ഇവിടെ സബ്മിറ്റ് കൊടുക്കണം. സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഇനി നമുക്ക് ബാക്കോട്ട് പോയിട്ട് ആഡ് ഫണ്ട് ഹിസ്റ്ററി എടുത്ത് നോക്കാം. ഹിസ്റ്ററിക്കകത്ത് എന്താ വന്നിട്ടുള്ളത്? ആഡ് ഫണ്ട് ഹിസ്റ്ററി. ഇതാ ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ ഒരു 149 രൂപ അയച്ചത്. അതിൻ്റെ വ്യൂ എടുത്ത് നോക്കുമ്പോൾ പെൻഡിങ് കാണിക്കുന്നുണ്ട്. ഇനി ഇത് അപ്രൂവ് ആയി വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ 149 വെച്ചിട്ട് ID ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് അപ്രൂവ് ആയിട്ട് വരണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. സീനിയോറിറ്റി അനുസരിച്ച് ചിലപ്പം 5 മിനിറ്റ് കൊണ്ട് അപ്രൂവ് ആവും, ചിലപ്പം അരമണിക്കൂറാവും, ചിലപ്പോൾ 1 മണിക്കൂറാവും.
ചിലപ്പോൾ 2 മണിക്കൂറാവും. അത് കമ്പനിയുടെ തിരക്കും അവിടുത്തെ ജോലി തിരക്കുകളും മറ്റൊക്കെ അനുസരിച്ചിരിക്കും ആ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, അത് വെയിറ്റ് ചെയ്ത് കാത്ത് നിൽക്കണ്ട. എൻ്റെ വാലറ്റിൽ ക്യാഷ് ഉണ്ട്. അപ്പോൾ ആ ക്യാഷ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആക്ടിവേഷൻ ചെയ്യണം. ഇത് വെച്ച് ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ ആക്ടിവേഷൻ പ്രോസസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ 9 ഡോട്ടിനകത്ത് വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്തു. ഇനി RGP ആക്ടിവേഷൻ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. RGP ആക്ടിവേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് RGP ആക്ടിവേഷൻ കൊടുക്കുക. ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ അക്കൗണ്ടിൽ ക്യാഷുകളുണ്ട്. എൻ്റെ വാലറ്റിൽ 183 രൂപ ഉണ്ട് കണ്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ആ 183 ഞാൻ അവിടുന്ന് അപ്പോൾ ഈ 183 രൂപ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ഉണ്ട്. നമുക്ക് 149 രൂപയെ വേണ്ടുള്ളൂ. അത് കുഴപ്പമില്ല. അതിൻ്റെ പ്ലാന് സെലക്ട് ചെയ്യുമ്പോൾ അത് ആ എമൗണ്ട് കമ്പനിയിലേക്ക് പോകും. ബാക്കി എമൗണ്ടോടെ വാലറ്റിൽ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവേഷൻ ചെയ്യാനുള്ള ആളുടെ ID ഇവിടെ ടൈപ്പ് ചെയ്യാം. അവിടെ കോപ്പി പേസ്റ്റ് അടിച്ചുകൊണ്ടൊന്നും കാണുന്നില്ല. അപ്പോൾ ആ 1 എന്നുള്ളത് ബാക്ക് അടിക്കുക. എന്നിട്ട് 1 എന്ന് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് താഴെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വന്നിട്ടുണ്ട്. സോറി, ഒന്നും കൂടെ. ഓക്കെ, ID നമ്പർ അടിച്ചു, പേര് വന്നു. ഇനി താഴെ എന്ത് ചെയ്യാം, പാക്കേജ് സെലക്ട് ചെയ്യാം. 149 പാക്കേജ് സെലക്ട് ചെയ്യും. ആക്ടിവേറ്റ് നോ അത് കൊടുത്തു. സക്സസ്ഫുള്ളി ആക്ടിവേറ്റഡ്. ഇത്രയേ ഉള്ളൂ ID ആക്ടിവേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ID ആക്ടിവേഷനായി. ഇനി അടുത്ത പ്രോസസ്സ് എന്താണ്, ഈ ആളുടെ KYC വെരിഫിക്കേഷനാണ്. KYC വെരിഫിക്കേഷൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് പ്രൊഫൈൽ എടുക്കുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാണ്, അതുകൊണ്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതല്ലെങ്കിൽ വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഞാൻ രണ്ടും കാണിക്കാം. ഇവിടെ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇടത് സൈഡിൽ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതി കാണാം. ഡാഷ്ബോർഡ്, മൈ അക്കൗണ്ട്, ക്രിയേറ്റ് അക്കൗണ്ട്, പേഴ്സണൽ ഡീറ്റെയിൽസ് എടുത്താലും ഈ പേജിലേക്ക് തന്നെയാണ് വരിക. അപ്പോൾ 9 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കുക. അതല്ലെങ്കിൽ പ്രൊഫൈൽ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. രണ്ടാലൊന്ന് ചെയ്തുകൊണ്ട് ഈ പ്രോസസ്സിലേക്ക്, ഈ പേജിലേക്ക് നമുക്ക് കിടക്കാം. ഈ പേജിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇങ്ങനെ പേര്, അതുപോലെ ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാനുള്ള കോളങ്ങൾ വരും. അത് നോക്കിയിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസ് അങ്ങനെ കൊടുത്ത് ഫില്ല് ചെയ്ത് പോയാൽ മതി. ബാങ്ക് അക്കൗണ്ട്, പിന്നെ ആധാർ നമ്പർ, പാൻ കാർഡ് നമ്പർ, ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇതാണ് അതിൽ ചെയ്യേണ്ടത്. അടുത്ത് ചേഞ്ച് പാസ്വേഡ്, ചേഞ്ച് ട്രാൻസാക്ഷൻ പാസ്വേഡ്. നമ്മുടെ പാസ്വേഡ് 2 പാസ്വേഡും ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് രണ്ടും നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ KYC ഡോക്യുമെൻറ്റ്. ഈ KYC ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ആധാർ കാർഡ്, അതുപോലെ തന്നെ പാൻ കാർഡ്, ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ്. എന്നിട്ട് അപ്ലോഡ് ചെയ്തിട്ട് താഴെ സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് KYC വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് ഒരാളുടെ ID-യുടെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.